സിനിമാ കാഴ്ചയിലേക്കെല്ലാം മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീണ്ടും ഒരു റിലീസ് സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഡിസംബർ 12-ാം തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. സ്റ്റൈൽ മന്നൻ രജനികാന്തും നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്കായും കേന്ദ്ര കഥാപാത്രമായി എത്തി. മണിരത്നം സംവിധാനം ചെയ്ത് മണിരത്നം തന്നെ തിരക്കഥ എഴുതി, ഇളയരാജയുടെ മ്യൂസിക്, അതുപോലെ തന്നെ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. വലിയൊരു താരനിര എത്തിയൊരു സിനിമ. മനോജ് കെ ജയൻ, ശോഭന, അരവിന്ദ് സ്വാമി, അമിരീഷ് പുരി, അങ്ങനെ വലിയൊരു താരനിര എത്തിയ ഈ ഒരു സിനിമ അക്കാലഘട്ടത്തിൽ ഈ സിനിമ നിർമ്മിച്ചത് 3 കോടി രൂപയ്ക്കാണ്. ഇന്ന് ഈ ഒരു സിനിമ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ 100 കോടി ബഡ്ജറ്റ് ഇല്ലാതെ ഈ ഒരു സിനിമ വരത്തില്ല. കാരണം അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ, അക്കാലഘട്ടത്തിൽ തിയേറ്റർ പൂരപ്പറമ്പാക്കിയ ഒരു സിനിമ. അതോടൊപ്പം തന്നെ ഇതിനകത്ത് റീഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. കാരണം രജനീകാന്ത് ആയിരുന്നു ആദ്യം ദേവ എന്ന കഥാപാത്രം അവതരിപ്പിച്ചത്. ദേവ എന്ന കഥാപാത്രം സിനിമയിൽ മരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അത് തമിഴന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് തിയേറ്റർ കത്തിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവാണ്. 1991 ഈ സിനിമ ഇറങ്ങിയത്. എന്താണെങ്കിലും അതിനുശേഷം വീണ്ടും റീഷൂട്ട് ചെയ്ത് ദേവ എന്ന ക്യാരക്ടർ മമ്മൂക്കാണ് ചെയ്തിരിക്കുന്നത്, സൂര്യ എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് രജനീകാന്താണ്. അപ്പോൾ ഈ ഒരു സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുമ്പോഴത്തേക്ക് മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം നൽകുന്ന സിനിമയാണ്. കാരണം മമ്മൂക്കാട് ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അത്രത്തോളം ഗൗരവമേറിയ ഒരു കഥാപാത്രമായിരുന്നു ദേവ എന്ന് പറയുന്ന ഗ്യാങ്സ്റ്ററിന്റെ ആ ഒരു റോളിൽ എത്തിയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ. അതിനുശേഷം പിന്നീട് മമ്മൂക്ക തമിഴിൽ ഒരുപാട് സിനിമകൾ ചെയ്തു. ഏതാണ്ട് 45ഓളം വരുന്ന സിനിമകൾ തമിഴിൽ മാത്രം നായക വേഷത്തിൽ മമ്മൂക്ക ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട 2-3 സിനിമകളുണ്ട്. മറുമലർച്ചി, മക്കളാച്ചി സിനിമകളൊക്കെ ഒരു വർഷത്തിന് മേളിൽ തിയേറ്ററിൽ ഓടിയിട്ടുള്ള സിനിമകളാണ്. എന്നാൽ വീണ്ടും മമ്മൂട്ടി ആരാധകരെ തിയേറ്ററിൽ ആവേശം കൊള്ളിക്കാൻ വേണ്ടി ദളപതി 4Kയിൽ ഇറങ്ങുകയാണ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു മമ്മൂക്കയുടെ വല്യേട്ടൻ എന്ന സിനിമ തിയേറ്ററിൽ എത്തിയത്. നല്ലൊരു സ്വീകാര്യത തന്നെയാണ് കേരളത്തിൽ സിനിമയ്ക്ക് ലഭിച്ചത്. റിലീസായിട്ടാണ് ഡിസംബർ 12-ാം തീയതി ദളപതി തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പം തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെ. കാരണം എനിക്ക് ഓർമ്മയില്ല, ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല ഈ സിനിമ. അതുകൊണ്ട് തന്നെ ഇത് തിയേറ്ററിൽ പോയി കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇത്തരത്തിൽ റിലീസായിട്ട് വരേണ്ട ഒരുപാട് സിനിമകളുണ്ട്. പക്ഷേ പ്രതീക്ഷയില്ലാതാണ് ദളപതി എന്ന് പറയുന്ന സിനിമ ഇപ്പം തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. എന്തായാലും ആരാധകർ ഈ സിനിമ തിയേറ്ററിൽ ഒരു ആഘോഷമാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം വല്യേട്ടൻ അടിച്ചു പൊളിച്ച് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ ഒരു ആരാധകർ ഈ സിനിമ കാണാനായിട്ടുള്ള ഒരു കട്ട വെയിറ്റിംഗിൽ തന്നെയാണ്. ദേവ എന്ന് പറയുന്ന മമ്മൂക്കയുടെ ആ ക്യാരക്ടർ തിയേറ്ററിൽ ഒന്നും കൂടെ ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. അത് രജനീകാന്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറിൽ എത്തിയ ഒരു സിനിമ കൂടിയായിരുന്നു ദളപതി. എന്തായാലും തിയേറ്ററിൽ തന്നെ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാം. തിയേറ്ററിൽ സിനിമ കണ്ടതിന് ശേഷം സിനിമയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു തലമുറ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. മമ്മൂക്കാടായിട്ട് ഇനി തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആണ്. തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന മറ്റൊരു മമ്മൂക്കാട സിനിമ. ഗൗതം വാസുദേവൻ മേനോനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബസൂക്ക സിനിമയും ജനുവരിയോടുകൂടി തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. ബ്രഹ്മാണ്ഡ സിനിമയായിട്ടുള്ള മോഹൻലാലും മമ്മൂക്കായും അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും വലിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് മോഹൻലാൽ ക്യാമിയോ റോളിലല്ല ഈ സിനിമയ്ക്കകത്ത് വരുന്നത്, മുഴുനീള റോളിൽ തന്നെ അറിയാൻ സാധിക്കുന്നത്. മലയാള സിനിമ കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു വിജയമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും നമുക്ക് സിനിമ വേണ്ടി കാത്തിരിക്കാം. സിനിമയുടെ പുതിയ അപ്ഡേഷനോട് വേണ്ടി കാത്തിരിക്കാം. ഡിസംബർ 25-ാം തീയതി മാർക്കോ സിനിമയും തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ ഒരു സിനിമയായിട്ടാണ്, അതായത് മലയാള സിനിമ ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള വയലൻസ് ആണ് ഈ സിനിമയ്ക്കകത്തുള്ളതെന്നൊക്കെയാണ് ഇതിന്റെ ഒരു അണിയറ പ്രവർത്തകർ പറയുന്നത്. അപ്പൊ എന്തായാലും സിനിമ കണ്ടതിന് ശേഷം സിനിമയെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളുമായിട്ടൊക്കെ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും